ഹായ് ഹലോ, ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ ഗോതമ്പ് പായസമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ഗോതമ്പ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ. ഇത് വെന്ത് വരാൻ താമസമുള്ളതുകൊണ്ട് തന്നെ ഉമ്മ അത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്യാസിലോട്ട് മാറ്റി 5-6 വിസിലടിച്ചെടുക്കണേ. അങ്ങനെ 6 വിസിലടിച്ചതിന് ശേഷം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കടലപ്പരിപ്പ് വറുത്തതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. കടലപ്പരിപ്പ് പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അത് പിന്നെയാണ് ചേർത്തത്. ഗോതമ്പ് വേവാനാണ് താമസം. പിന്നെ ഇനിയിപ്പോൾ 2 വെന്ത് വന്നിട്ടുണ്ട്, പരിപ്പും ഗോതമ്പും. പിന്നെ അതിലേക്ക് ശർക്കര 1/2 കിലോ ശർക്കര ഉരുക്കിയതും കൂടെ അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അങ്ങനെ അതിലേക്ക് 2-ാം പാല്, തേങ്ങാപ്പാൽ 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് അതിൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ഗോതമ്പ് അടി പിടിക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിവിടെ നോയമ്പിലൊക്കെ ബറാത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ണൂരോട്ട് ഇങ്ങനെ ആക്കാറുണ്ട്. ഉമ്മ ഇവിടെ എപ്പോഴും ആക്കുന്നതാണ്. അപ്പം ഞാൻ ഇടുക്കിയിലായതുകൊണ്ട് അവിടുന്ന് വന്ന സമയത്ത് ഉമ്മ തയ്യാറാക്കി തരുവാണ്. ഇനി ഇപ്പോൾ ലാസ്റ്റായിട്ട് 1-ാം പാല്, തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാല് ചേർത്താൽ പിന്നെ ഒന്ന് ചൂടായാൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അത് വാങ്ങി വെക്കുക. തിളയ്ക്കേണ്ട ആവശ്യമില്ല. 1-ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിനിടയിൽ അതിലേക്ക് തേങ്ങാക്കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നെയ്ക്കകത്ത് വറുത്തിട്ട് ഉമ്മ ചേർത്തായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയേ. അങ്ങനെ അടിപൊളി ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ. അതിനിടയിൽ നല്ല പുറത്ത് ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ചൂട് പായസവും ഇടിയും മഴയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി പായസമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.